അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെ. പിന്നെ ടാക്സ് വെട്ടിക്കുന്നത് ക്രൈമാണ്. പക്ഷെ നീ പറഞ്ഞ പോലെ ഇവിടെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നീ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ടാക്സ് അടയ്ക്കാം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാം. പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസോ ഒരു സ്റ്റാർട്ടപ്പിന് നല്ല രീതിക്ക് വളർന്നു വരാനുള്ളതോ ഒന്നും തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ, ഇപ്പോ മിഡിൽ ഈസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലല്ലോ, കുറെ കാര്യങ്ങൾക്ക് ടാക്സ് ഇല്ല. പക്ഷെ അവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി കാര്യങ്ങൾ കൊണ്ടുപോയി അത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്രയും ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. മിഡിൽ ഈസ്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് പറഞ്ഞ അങ്ങനെ ഒരു കൺട്രി ആണത്. അതുകൊണ്ടും കൂടെയാണല്ലോ കുറെ സംഭവങ്ങൾ വരുന്നത് അവിടെ. അതൊരു കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫസ്റ്റ് ഓഫ് ഓൾ അത് ഡെമോക്രാറ്റിക് കൺട്രി അല്ല. ശരിയാണ്. രണ്ടാമത്തെ കേസ്, അവിടുത്തെ ഗവൺമെന്റിന് നല്ല വരുമാനമുണ്ട്. മാത്രമല്ല അത് വളരെ ചെറിയ കൺട്രിയാണ്. ഇവിടുത്തെ ഒരു കേരളത്തിന്റെ, എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല, എന്നെ കാണിച്ചാലും അവിടെ ഉള്ളതിന്റെ പോപ്പുലേഷനിലെ എത്ര കുറവ് എവിടെയുള്ളൂ. അവിടുത്തെ ഏരിയ തന്നെ നോക്ക്. ഒരു ദുബായ് ഇരിക്കുന്ന രാജ്യത്തിന്റെ പേരെന്താ? എല്ലാം കൂടെ യു എക്കകത്താണ് ഇരിക്കുന്നത്. യു എന്റെ മൊത്തം സൈസ് എത്രയുണ്ട്? അവിടെയുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ. അപ്പം ഈ ആൾക്കാരുടെ എണ്ണവും അവിടുത്തെ റിസോഴ്സസ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേനും അവർക്ക് ഇൻകം ടാക്സ് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കൗണ്ടർ എന്ന് പറഞ്ഞോട്ടെ, ഇതിനെല്ലാം ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നല്ലോ. ഇതിനെല്ലാം തുടക്കം, അതായത് ഒരു മരുഭൂമി കിടന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് തൊട്ട് ഇപ്പൊ ഈ നമ്മുടെ മറ്റേ ആള് യൂസഫ് അലിക്ക് എന്നാ പിന്നെ ആ ഒരു സംഭവം, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഐഡിയ ഇവിടെ നാട്ടിൽ സെറ്റ് ചെയ്താൽ പോരായിരുന്നു. പക്ഷെ പുള്ളിക്ക് അവിടെ ആ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് മാറി വന്നത് അതായത് പുള്ളിക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഇവിടെയാണെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ അത്രയും ഹൈപ്പായിട്ടൊരു ഐഡിയ പുള്ളിയുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ അപ്പോഴും പുള്ളി ഉണ്ടാക്കാൻ ആയി കാണില്ല. ഈ പറയുന്ന പോലെ ടാക്സും കാര്യങ്ങളും ഫയൽ ചെയ്തെല്ലാം വരുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഇന്ന് എടുത്തുണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു ടൈമിൽ പുള്ളിക്ക് അത്രയും ടാക്സ് ഫ്രീ ആണ് കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് പുള്ളിക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ടാക്സ് ഫ്രീ ആക്കി. ദുബായ് എന്തുകൊണ്ട് ടാക്സ് ഫ്രീ, ഇൻകം ടാക്സ് ഇല്ല പൊതുവെ അറിയിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. ദുബായ് ടാക്സ് ഫ്രീ ആക്കാനുള്ള ഞാൻ കണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ഓയില്, ആ ഓയിലിന്റെ ആ സോഴ്സ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് സീറോ ആയി. സീറോ ആയാൽ പിന്നെ ആ ഒരു രാജ്യം, അവിടെയുള്ള ആൾക്കാർ, അവിടുത്തെ കൾച്ചർ എല്ലാം പോയല്ലോ. കുറച്ച് ആൾക്കാരെ അട്രാക്ട് ചെയ്യുക പല പല സ്ഥലത്തു നിന്നുള്ള. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. സത്യം. എല്ലാം അവിടുന്ന് ഇവിടുന്ന് വന്ന് സെറ്റിൽ ആയവരാണ്. എത്ര അമേരിക്കൻ പീപ്പിൾസും ആൾക്കാരുമാണ് ഇഷ്ടംപോലെ അവിടെ വന്ന് ബിസിനസ് ചെയ്ത് മില്യണേഴ്സ് ആണ്. അമേരിക്കയിലെ ടാക്സ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇനി കൊള്ളയാ. അത് തന്നെ. അല്ലെങ്കിൽ നമ്മളിപ്പോ ചുമ്മാ അത് വൻ കോമഡിയാണ്. അതായത് ആൾക്കാര് UK എല്ലാം പോയിട്ട് പറയാം ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, ഫ്രീ ഹോസ്പിറ്റാലിറ്റി ആണ്, അതെല്ലാം പറഞ്ഞിട്ട് ഇവിടുന്നോളൂ. ഇവിടെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുക്കണം, ഏത് ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ പൈസ കൊടുത്ത് പഠിപ്പിക്കണം. നമുക്കിപ്പോൾ ഇപ്പം എന്റെ അപ്പന് മറ്റേ ഡെങ്കിപ്പനി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും നേരെ ആശുപത്രിയിലേക്ക് ഉണ്ടായത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവരെല്ലാം എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ടാണ് ഒരു ഡോക്ടറെ, പനിയായിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ചെയ്യണം. ഒരു മാസം 1.5 മാസം കഴിഞ്ഞില്ല, ചിലപ്പോൾ അന്നേരത്തേന് ഒരു പനിയൊക്കെ വന്ന് പോയിട്ടുണ്ടായിരിക്കും. ഏറ്റവും കോമഡിയുള്ള കേസ് മിലിറ്ററി ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡന്റ് കാർഡ് ഉണ്ട് മാതാപിതാക്കൾക്ക്. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ അവരുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അപ്പനൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ല എന്തെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഹേർട്ട് സംബന്ധമായിട്ടുള്ള സംഭവം ഒന്ന് കൂട്ടിക്കോ. അപ്പോ അവിടെ ചെന്ന് ആദ്യത്തെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഒരു 2 മാസം വെയിറ്റ് ചെയ്യണം, അടുത്തൊരു MRI സ്കാനിങ്ങിൽ എടുക്കണമെങ്കിൽ. അങ്ങനെയാണ് ഇത് പോകുന്നത്. സ്വാഭാവികമായിട്ട് നേരെ തിരിച്ചല്ലേ വരേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടാക്സ് ഫ്രീയുടെ കേസാണ്. അതായത് ദുബായ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. ആ മരുഭൂമിയിലെ എണ്ണ തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഇത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ. ഈ പറഞ്ഞത് പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വരാനൊരു കാരണം ഇതുപോലൊരു വൈഡ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ. പിന്നെ പൈസ വൈഡ് ഓപ്പർച്യൂണിറ്റി അവിടെ ഭയങ്കര ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ലടാ, നമുക്കവിടെ അത്രത്തോളം പൈസ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാല്, നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്കൊരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാല് അതൊരു 900 രൂപ നമ്മുടെ തന്നെയാണെന്നൊരു സംഭവത്തിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും ആ 900 രൂപ 500 രൂപ എടുത്ത് അടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, വേറൊരു കാര്യം ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു സംഭവം നമുക്ക് ചെയ്തു, നമുക്ക് അതിൽ നിന്നൊരു 500 രൂപ ആയിരിക്കും കിട്ടത്തുള്ളൂ. നമ്മുടെ പ്രോഫിറ്റ് ചിലപ്പോൾ 300 ആയിരിക്കും എന്ന് കൂട്ടിക്കോ. അപ്പൊ 300 നമ്മുടെ ചെലവ് എക്സ്പെൻസ് മാത്രം ഓടിക്കാൻ, അല്ലെങ്കിൽ ആ രീതിക്ക് ബാക്കിയുള്ള സംഭവങ്ങളിലേക്കേ പറ്റുന്നുള്ളൂ, നമ്മുടെ പേഴ്സണൽ സംഭവങ്ങളിലേക്കേ പറ്റുന്നുള്ളൂ. പുതിയൊരു ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാശ് അവിടെ ഇല്ല. ഇത് അവിടെ സംഭവിക്കുമല്ലോ നേരെ തിരിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യലി കൃത്യമായിട്ടുള്ള കണക്ക് അറിയത്തില്ല. നിനക്കോ എനിക്കോ ഇവരൊന്നുമില്ല. അവർക്കറിയില്ല, നമുക്കറിയത്തില്ല അവിടെ എത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവിടെ ഒരു 500 രൂപ പുള്ളിക്ക് സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് ലാഭം എന്നുള്ള കേസ് നമുക്കറിയത്തില്ല. അത് കണക്കിൽപ്പെടാത്ത ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്ന സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. ഈ കണക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ
സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 500 രൂപയ്ക്ക് പുള്ളിക്ക് എത്ര വേണം ലാഭം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ മാർക്കറ്റ് അല്ല, ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. എങ്ങനെ പോയാലും അവരുടെ റേഷ്യോ ഉണ്ടാവൂലോ. എങ്ങനെ പോയാലും ഇവിടെ കുറവ് കൂടുതൽ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. അവരുടെ റേഷ്യോ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇൻകം ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അവളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ അങ്ങോട്ടാണല്ലോ പോകത്തുള്ളൂ. ടാക്സ് ഉണ്ടെന്ന് നോക്കി, ഇപ്പം ഒരു 10% ടാക്സ് അവിടെ ഉണ്ടെന്ന് നോക്കി, എന്നാലും അവിടെ സൊസൈറ്റി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. അത് തന്നെ, അത് മെയിൻ ഒരു കാര്യം. എവിടെ ഇപ്പൊ ചേട്ടന്റെ സമയത്ത് പറയേണ്ട കാര്യമില്ല. ഒരു സുഖമായിട്ട് എന്ത് വേണേലും അവിടെ വിശ്വസിച്ച് പോവാം. പെൺകുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് നടക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 30% ടാക്സ് അടയ്ക്കുകയെന്ന് തന്നെ വെക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഫുഡ്, നല്ല ഹെൽത്ത് കെയർ, ഈ നല്ല നല്ല റോഡുകള്, പരിപാടി, നമ്മളൊരു ബിസിനസ് തുടങ്ങാനായിട്ടൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു 10 രൂപ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അത് മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നത്. ഈ തലവേദനയൊന്നുമില്ല, ഇത് പെട്ടെന്ന് ക്ലിയർ ആകുന്നു. നമുക്കൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു എന്നുള്ളൊരു സ്റ്റേജൊക്കെ ആണെങ്കിൽ ഈ ടാക്സ് അടയ്ക്കുന്നതിനും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കഴിവുള്ള ആൾക്കാരെല്ലാം വെളിയിൽ പോയി അവിടെ പോയി സെറ്റിൽ ആവുന്നു. അതെ, നമ്മുടെ നാടിന്റെ കുഴപ്പമുള്ളതുകൊണ്ടല്ല. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിന്റെ ഒരു റിസോഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിൽ എന്നാ വളരാന്. അത് തന്നെ. ഇന്ത്യ എന്നുള്ളതല്ല, ഇന്ത്യയിൽ നിന്ന് എത്ര ആൾക്കാരാണ് പുറത്തു പോയി മില്യണേഴ്സ് ആയിരിക്കുന്നത്. ഇഷ്ടംപോലെ കമ്പനികളുടെ, അതായത് നമുക്കറിയാം സുന്ദർ പിച്ചായി ഗൂഗിളിന്റെ CEO ആണ്, തമിഴ്നാടുകാരനാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ എത്ര പേരാണ് നമ്മുടെ മറ്റേ ചെസ് ചാമ്പ്യൻ ആയ പുള്ളിയുടെ പേരിനായിരുന്നു മുകേഷ്. പിന്നെ മറ്റേ വേറൊരുത്തരം കൂടെ ഇല്ലേ, 8ാം സ്ഥാനത്ത് വരുന്ന ഒരാളും കൂടെ ഉണ്ടല്ലോ, അത് ഇന്ത്യക്കാരനാണ്. അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റേ മാഗ്നസ് എന്നല്ലായിരുന്നു മറ്റേ ടോപ്പായിട്ട് നിന്ന ആളുടെ പേര്, മാഗ്നസ് കാൾസൺ. അത് തന്നെ. മറ്റേ ഗുകേഷ് അല്ലേ, അത് ഗുകേഷ് വന്നു, പിന്നെ മറ്റേ ആള് വന്നു. അങ്ങനെ അതാണ്, അത്രയും കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരുള്ള ഒരു കൺട്രിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയാണ്, എല്ലാം ഈ ഡെമോക്രസി ഒരു ഫാക്ടർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇന്ത്യക്ക് പോയിന്റ് ആണോ അത്. ഞാനിപ്പം ക്രൈം റേറ്റ് നോക്കുമായിരുന്നു. അതായത് ഇന്ത്യയിലെ ക്രൈം റേറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അത് 445. ദുബായിലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 16. ഡിഫറൻസ് ആണ്. നമ്മുടെ എല്ലാ പെങ്ങന്മാരെ രാത്രി സ്ഥലത്തേക്ക് ഇറക്കി വിടാനും പറയുവാനൊക്കെ നമുക്ക് നല്ല പേടിയുണ്ട്. അത് തന്നെ, തീർച്ചയായിട്ടും. അവിടെ അങ്ങനെയല്ല, നമ്മൾ തന്നെ സേഫ് അല്ല. അപ്പോഴാ നമ്മളെ രാത്രി പോയി നമ്മൾ തന്നെ പേടിക്കണം. തീർച്ചയായിട്ടും. അതോടെയും പോപ്പുലേഷൻ, ഞാൻ ആരെയും പറയുന്നത് അത് പറയുന്നതല്ല, പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ ഒന്ന് കൺസിഡർ ചെയ്യുന്നു എത്രത്തോളം ഉണ്ടെന്ന്. ഡൗൺ സൈഡ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറെ നോംസ് ആൻഡ് വാല്യൂസ്, ലോ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടും കൂടെ അല്ല ആ ഒരു കൺട്രി അങ്ങനെ ആയി മാറുന്നത് ഇത്രയും കാലയളവ് കൊണ്ട്. അതായത് സംഭവം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മുറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു വരാൻ നിർത്താം. വലിയ മുറിയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വരാനായിട്ട് നമുക്ക് പാടാം. പക്ഷെ കൂടുതൽ അടിച്ചു വരുന്ന ആൾക്കാരെ വെച്ചാൽ മതി. പക്ഷെ ഈ അടിച്ചു വരാനുള്ള ആൾക്കാരെ വെക്കുമ്പോഴത്തേനും അത് അടിച്ചു വരാനായിട്ട് ഉള്ള കുറച്ച് ലിമിറ്റേഷൻസ് നമുക്കുണ്ടെങ്കിൽ ഇന്ത്യ ഈസ് നോട്ട് എ ഡെവലപ്ഡ് കൺട്രി, ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. മാത്രമല്ല ഇവിടെ എന്തൊരു സാധനം വികസനം കൊണ്ട് വന്നിട്ടുണ്ട്, കുടുക്കൂത്തായിട്ട് കുറെ പ്രശ്നങ്ങളായിട്ട് കുറെ അവന്മാർ കൂടിയും പിടിച്ചറിഞ്ഞു. അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഇപ്പൊ ഒരുത്തൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുത്തൻ ഭരിക്കുമ്പോഴാണ് മറ്റവൻ ഇറങ്ങണമെങ്കിൽ ഇവൻ ഭരിക്കുമ്പോൾ മറ്റവനും ഇറങ്ങും. അതെ അതെ, അത് ഞാൻ പറയുന്നത് നീ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ വർക്കാവുന്നത്. ഓരോ കാര്യങ്ങളും ഡെമോക്രാറ്റിക് കൺട്രി. ഡെമോക്രസിയുടെ പേരിൽ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നൊന്നായിട്ട് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന പരിപാടിയൊക്കെ നടക്കും, പക്ഷെ ഒരുമിച്ച് നിൽക്കില്ല, വെറുതെയാണ്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു കൺട്രിയാണ്. അതായത് 1947 ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ചായച്ചണ്ടി പോലെ കിടന്ന സ്ഥലമുണ്ടായില്ല. ഇവിടെ നിന്നൊരു മാങ്ങാത്തൊലി ഇല്ല, ഉള്ളതെല്ലാം ബ്രിട്ടീഷുകാര് തൂക്കിക്കൊണ്ടുപോയി. ഒരു കഥയുണ്ടോ, അതായത് ഈ താജ്മഹല് 7 വണ്ടേഴ്സ് ഓഫ് ഒന്നാണല്ലോ, 7 വണ്ടേഴ്സിൽ ഒന്നാണ്. അത് ബ്രിട്ടനിൽ ചെന്നിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇന്ത്യയിൽ വന്നേ ഇന്ത്യയിലെ കാണാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ? ബ്രിട്ടീഷുകാർക്ക് പോയതിന് അത് തൂക്കിയൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കാരണം സകലമാന സാധനങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ
ബ്രിട്ടീഷുകാര് ഇവിടെ ഉണ്ടാകുന്ന സകലമാന സാധനങ്ങൾ അടിച്ചെടുത്തോണ്ട് പോയി, എല്ലാം കൊണ്ടുപോയി. താജ്മഹൽ ആ സാധനം പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലാതെ ആയതുകൊണ്ട് മാത്രം അവന്മാരോട് പോയതാ, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നീ പറയുന്നതിന് വേണം കൗണ്ടർ ആയിട്ട് പറയാം. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. ഇപ്പം റേസിസം സ്ലേവറുടെ കേസൊക്കെ ആൾക്കാർ പറയുമ്പോൾ ആഫ്രിക്കയിൽ ചെന്ന് ഇവന്മാര് വെള്ളക്കാരെ ഇറങ്ങിയ വഴി അവനെ കുറിച്ച് അവനെ 15 രൂപയ്ക്ക് മേടിക്കാം എന്ന് പറഞ്ഞതല്ല, ഓൾറെഡി ആഫ്രിക്കക്കാരിൽ തന്നെ അവിടെ സ്ലേവ്സിനെ വിൽക്കുന്നുണ്ടായിരുന്നു. അവന്മാരെടുത്തുനിന്നാണ് ഇവന്മാരെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ടാണ് പിന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്.